ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടു ഗൂഗിൾ അനലിറ്റിക്സ് 4 അല്ലെ GA4 ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിൻ്റെ കൺട്രി, അതായത് ഏത് ട്രാഫിക് എന്നാണ് ഏത് കൺട്രിയിൽ നിന്നാണ് ട്രാഫിക് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചിരുന്നു. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇന്ന് അതുപോലൊരു റിപ്പോർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ച കൺട്രി ആണെങ്കിൽ ഇന്ന് നമ്മൾ ഏത് സിറ്റിയിൽ നിന്നാണ് ട്രാഫിക് വരുന്നതെന്ന് അറിയാനുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഓൾറെഡി ഡാഷ്ബോർഡിൽ തന്നെയുള്ളതാണ്, ഡാഷ്ബോർഡിലല്ല റിപ്പോർട്ടിൽ തന്നെയുള്ളതാണ്. നമ്മൾ ജസ്റ്റ് അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അത് പഠിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ അനലിറ്റിക്സിൻ്റെ ഗൂഗിൾ അനലിറ്റിക്സ് 4ൻ്റെ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മെനൂസ് കാണാം. അവിടെ റിപ്പോർട്ട്സ് എന്ന് നേരത്തെ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പം പിന്നെയും ലെഫ്റ്റ് സൈഡിൽ കുറേ മെനൂസ് കാണാം. മെയിനായിട്ട് ലൈഫ് സൈക്കിൾ, പിന്നെ സെർച്ച് കൺസോൾ, പിന്നെ യൂസർ. ആ യൂസർ എന്നുള്ള ഇതിനകത്ത് യൂസർ ആട്രിബ്യൂട്ട്സ് എന്ന ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് 3 ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓവർവ്യൂ എടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോകണമെങ്കിൽ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു റിപ്പോർട്ടിംഗ് പേജ് ഓപ്പൺ ആയി വരും. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം കാണാം, കൺട്രി വൈസ് കാണാം. ഓക്കെ, ഇന്ത്യ, US, ജർമ്മനി, ചൈന, ലാറ്റ്വിയ, ഇതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. താഴോട്ട് പോയെങ്കിൽ പിന്നെയും ആ കൺട്രിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. യൂസേഴ്സ് എത്രയാണ്, ന്യൂ യൂസേഴ്സ് എത്രയാണ്, സെഷൻസ് എത്രയാണ്, എൻഗേജ്മെൻറ്റ് റേറ്റ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്നല്ല നമ്മൾ കണ്ടതാണ്. അവിടെ വരെ ഓക്കെ. ഇനി നമുക്ക് കാണേണ്ട സിറ്റീസാണ്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും അതിനകത്ത് ഏത് സിറ്റിയിൽ നിന്നാണ് വന്നത് നമുക്കറിയണം. അത് എങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ തന്നെ മേളിൽ കൺട്രി എന്നൊരു ഹെഡിങ് ഉണ്ട്. ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് കൺട്രി. താഴോട്ട് ചെറിയൊരു ആരോ ഉണ്ട്, ചെറിയൊരു ആരോ കാണാം. ആരോയെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ അകത്ത് സിറ്റി എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഓരോ കൺട്രീസിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത്. കൊച്ചി, ആഷ്ബൺ, കോഴിക്കോട്, മുംബൈ, ഫൈസലാബാദ്, അങ്ങനെ സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൻ്റെ അവിടെ ഓരോ സിറ്റിയിൽ നിന്ന് എത്ര യൂസേഴ്സ് വന്നു, എത്ര ന്യൂ യൂസേഴ്സ് വന്നു, എത്ര സെഷൻസ് എൻഗേജ്ഡായി, എത്ര എൻഗേജ്മെൻറ്റ് റേറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ച വീഡിയോ. നിങ്ങൾക്ക് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പുതുതായിട്ട് SEO ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗമുള്ള, തുടക്കക്കാർക്ക് മാത്രമല്ല എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്കും ഇത് ഉപയോഗപ്രദമാണ്. അവർക്ക് പക്ഷേ അറിയാം, അവർ ഓൾറെഡി ഉപയോഗിക്കുന്നതാണ്, അവർക്കറിയാം. പുതിയ ആൾക്കാർക്ക് ഈ റിപ്പോർട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ടായി ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.